വയനാട് മുത്തങ്ങയിൽ നിർത്തിയിട്ട ലോറിയിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കൾ എടുത്ത് കൊമ്പൻ. രാത്രിയാത്രാ നിരോധനത്തെ തുടർന്ന് 9 മണിക്ക് ശേഷം മുത്തങ്ങയിൽ വാഹനങ്ങൾ നിർത്തിയിടുന്നത് പതിവാണ്. അങ്ങനെ നിർത്തിയിട്ട വാഹനത്തിൽ നിന്നാണ് മേഖലയിൽ പതിവായി കാണാറുള്ള കൊമ്പൻ സാധനങ്ങൾ എടുത്തത്. ദൃശ്യങ്ങൾ 24-ന്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകാനുണ്ട്. സുർജിത്ത്, ഇതെന്താ കൊമ്പന്റെ കുറുമ്പാണോ നമ്മൾ ഈ കണ്ടത്? സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും അല്പസമയത്തിനകം. ടെലിഫോൺ ലൈൻ കട്ടായിട്ടുണ്ട്. വയനാട് മുത്തങ്ങയിൽ നിർത്തിയിട്ട ലോറിയിൽ നിന്നാണ് ഭക്ഷ്യവസ്തുക്കൾ കൊമ്പൻ എടുത്തത്. രാത്രിയാത്രാ നിരോധനത്തെ തുടർന്ന് 9 മണിക്ക് ശേഷം മുത്തങ്ങയിൽ വാഹനങ്ങൾ നിർത്തിയിടുന്നത് സാധാരണയാണ്. അങ്ങനെ നിർത്തിയിട്ട ഒരു വാഹനത്തിൽ നിന്നാണ് മേഖലയിൽ പതിവായി കാണാറുള്ള കൊമ്പൻ സാധനങ്ങൾ എടുത്തിരിക്കുന്നത്. സുർജിത്ത്, പറയൂ, എന്താണ് വിവരങ്ങൾ? ഗോപി, ഇത് കഴിഞ്ഞ ദിവസത്തെ ഒരു ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കാഴ്ച രസകരമെങ്കിലും അല്പം ഭീതി ഉളവാക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. പക്ഷേ വനമേഖലയാണ്. ഈ വനമേഖലയിൽ സ്വാഭാവികമായും ഇടയ്ക്കിടെ കാട്ടാനകൾ എത്താറുള്ള പ്രദേശമാണ്. മുത്തങ്ങ ചെക്ക് പോസ്റ്റിന് അടുത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ മുത്തങ്ങ ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് വനാന്തർ ഭാഗത്ത് കൂടി പോകുന്ന പാതയാണ്. രാത്രിയാത്രാ നിരോധനം ഉണ്ട്. കാരണം ഇത് ഈ കൊല്ലകൽ കോഴിക്കോട് ദേശീയപാതയുടെ ഭാഗമായ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലൂടെ രാത്രിയാത്രാ നിരോധനം ഉണ്ട് എന്നുള്ളത് കൊണ്ട് വാഹനങ്ങൾ മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ നിർത്തിയിടുന്നത് പതിവാണ്. അത്തരത്തിൽ നിർത്തിയിട്ട ഒരു ലോറിയിൽ നിന്നാണ് ഇത്തരത്തിൽ കാട്ടുകൊമ്പൻ ഇറങ്ങി വന്നത് ഒരു ഭക്ഷ്യവസ്തു എടുത്തുകൊണ്ട് പോകുന്ന ആ ദൃശ്യമാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഇത് വനമേഖലയാണ്. വനാന്തർ ഭാഗത്ത് ഇത്തരത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വനംവകുപ്പ് നേരത്തെ തന്നെ മുന്നറിയിപ്പൊക്കെ നൽകിയിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഭക്ഷ്യവസ്തുക്കൾ പല ഘട്ടങ്ങളിലും ഈ വാഹനത്തിന് കുറുകെ ചാടി ഈ ചോളവും കരിമ്പും എല്ലാം തന്നെ ഇങ്ങനെ ഇത്തരത്തിൽ എടുത്തുകൊണ്ടുപോകുന്ന ധാരാളം പുറത്തു വന്നിട്ടുണ്ട്. അതിന് സമാനമായ രീതിയിലുള്ള സംഭവം തന്നെയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായിരിക്കുന്നത്. ആ ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വനം വകുപ്പ് ഇത് മുത്തങ്ങയിൽ നിന്നാണെന്നുള്ള സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും മുത്തങ്ങയിൽ ഇതുപോലെ തന്നെ സ്ഥിരമായി കാട്ടാനകൾ റോഡരികിൽ വന്നു നിൽക്കുന്ന പതിവ് എല്ലാം ഉണ്ട്. കാരണം അത് വനാന്തർ ഭാഗമാണ്. പ്രത്യേകിച്ച് ബന്ദിപ്പൂർ നാഷണൽ പാർക്കിന്റെയും മുത്തങ്ങ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായ പ്രദേശത്തു കൂടിയാണ് ഈ പാത കടന്നു പോകുന്നത്. ഗുണ്ടൽപേട്ടിലേക്കുള്ള പാതയാണ്. ആ പാതയോരത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഗോപി, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്.